everyone. അപ്പോൾ ഒരുപാട് കുട്ടികൾ കൺസേൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് സ്റ്റഡീസിലെ കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, ടോപ്പിക്സ് എന്താണെന്ന് പറയാം. പക്ഷെ ഇവർ തമ്മിൽ ഒരു മാച്ച് അങ്ങ് കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റിവൈസ് ചെയ്താലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ള ആ ഒരു പാറ്റേണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. ആ പാറ്റേൺ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഹെഡിങ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് മക്കളെ കുറച്ച് പാടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇവിടെ തരാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ദിസ് ഇസ് ഡൺ. ഓക്കെ, ഇത്ര മതി, ഇത്ര മാത്രം പഠിച്ചാൽ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഓരോ മാർക്സിനും ചോദിക്കാറുണ്ട്. 5 മാർക്സ്, 8 മാർക്സ്, 2 മാർക്സിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നും മിസ് ഔട്ട് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത് നോക്കിയേ. സം ബിസിനസ് ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് ദെയർ ഡെപ്റ്റ് കളക്ഷൻ ടു ഔട്ട്സൈഡ് ഏജൻസീസ്. നെയിം ദിസ് അറേഞ്ച്മെന്റ്. അങ്ങനെ ഓരോ ഹിന്റ് തന്നിട്ട് ഓരോ അറേഞ്ച്മെന്റ് കണ്ടെത്താൻ നമ്മളോട് പറയാം. എന്നിട്ട് അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ആസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ് റീറ്റെയിൻഡ് ഏർണിംഗ് ഇസ് ബെറ്റർ ഒപ്പീനിയൻ ദാൻ അതർ സോഴ്സസ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. അല്ലെ, പിന്നെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് എന്താണ് ഫാക്ടറിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ട്രേഡ് ക്രെഡിറ്റ് ആസ് എ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് വേർ the owner of an asset grants the other party the right to use the asset in return for a periodic payment. ഈ ഒരു അറേഞ്ച്മെന്റിന്റെ പേര് എന്താണെന്ന് കണ്ടില്ലേ? ഇതേ പാറ്റേണിൽ മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് വായിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഷെയർ ആൻഡ് ഡിബെഞ്ചർ. അങ്ങനെ ഒരു ഡിഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, രണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന രീതിയിൽ ആൻസർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇസ് അതർവൈസ് നോൺ ആസ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ സെൽഫ് ഫിനാൻസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാണെന്ന് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് even though lease financing is one of the most important source of finance, it suffers from some limitation. List out any 3 such limitation. അല്ലെ, എന്തിൻ്റെതാണ് ചോദിക്കുന്നത്, ലീസ് ഫിനാൻസിങ്ങിനെയാണ്. ഓക്കെ, അപ്പൊ ലിമിറ്റേഷൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ മെറിറ്റ്സ് കൂടെ പഠിച്ചു വെച്ചോ. എക്സ്പ്ലെയിൻ ദ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഇൻ അവർ കൺട്രി. അടുത്തതാണ് ഷോർട്ട് നോട്ട്സ് എഴുതാനാണ്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും. അപ്പൊ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നൊരു ഡിസ്റ്റിങ്വിഷ് ടേബിൾ ടൈപ്പ് പഠിക്കുവാണെങ്കിൽ പഠിക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ. നെക്സ്റ്റ് ദ ക്ലാസിഫൈ ദ ഫോളോയിങ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അല്ലെ, അതിന്റെ പീരീഡ് അനുസരിച്ചിട്ടാണ് ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും. അല്ലെ, ഇതിൽ ഏതാണ് ഓണേഴ്സ് ഫണ്ട്, ഏതാണ് ബോറോഡ് ഫണ്ട് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചാൽ ബാക്കി ബോറോഡ് ഫണ്ടിലാണ് വരിക എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ എല്ലാത്തിനും മിനിമം നിങ്ങൾ 4 പോയിന്റ്സ് എങ്കിലും പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. മിനിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് 8 മാർക്സിനൊക്കെയാണ് കുറെ പഠിക്കേണ്ടി വരും. പക്ഷേ മിനിമം ഒരു 4 പോയിന്റ്സ് എങ്കിലും ഞാൻ ഇപ്പൊ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് ഇതാ ഒരു ഇൻസിഡന്റ് തരൂല. ആൽഫ ലിമിറ്റഡ് ഡിസൈഡഡ് ടു റേസ് ഫണ്ട് ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ പ്രോഗ്രാം. ആസ് എ ഫിനാൻസ് മാനേജർ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് യു ഷുഡ് കൺസിഡർ വൈൽ ചൂസിങ് എ സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദ കമ്പനി. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ, ഒരു ഫിനാൻസ് മാനേജർ എന്ന നിലക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഒരു എന്താ പറയേണ്ടത് ഫാക്ടേഴ്സിനെയാണ് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബിസിനസ് റിക്വയർ ക്യാപിറ്റൽ ഫോർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പർപ്പസസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പം എനി 2 സോഴ്സ് ഓഫ് ലോങ് ടേം ക്യാപിറ്റലും ഷോർട്ട് ടേം ക്യാപിറ്റലും നിങ്ങൾ പഠിച്ചു വെക്കണം. ആൻഡ് മെറിറ്റ്സ് ഓഫ് ഫാക്ടറിങ് എന്താണെന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഫാക്ടറിങ്
ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിപ്പീറ്റേഷനിലൂടെ മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ് പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ബ്രിങ് ഔട്ട് എനി 4 മെറിറ്റ്സ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇക്വിറ്റി ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന്റെ മെറിറ്റ്സ് എന്താണെന്ന്, ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചു വെക്കുക. ഐഡന്റിഫൈ ദ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫോർ റേസിംഗ് ലോങ് ടേം ഡെറ്റ് ക്യാപിറ്റൽ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചു വെക്കുക. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് പാറ്റേൺ മാറിയിട്ട് അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ ചോദിച്ചിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആൻസേഴ്സ് എവിടെ മിസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവരുടെയും കൺഫ്യൂഷൻസ് അല്ലേ. അപ്പം ഇതിന്റെ ആൻസേഴ്സും എല്ലാ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ +1 കൊമേഴ്സ് ബാച്ചിൽ, ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 1999 റുപ്പീസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആണ് 1999. ഈ ഒരു ഓഫർ ഇനി കുറേ കാലം നിൽക്കുന്ന എനിക്ക് ഒരു പ്രോമിസ് തരാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് അത് ഫില്ലായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒന്ന് എൻഷുർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഓഫർ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്താൽ മതി, ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു +1 മാർക്ക് +2ലേക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ +1ൽ അത്യാവശ്യം സേഫ് ആയിട്ട് നിങ്ങൾ മാർക്സ് വാങ്ങിയാൽ +2 ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ലാസ്റ്റ് ഇയർ ഓഫ് സ്കൂളിംഗ് ആണ്, ട്രിപ്പ് കാര്യങ്ങളായിട്ട് നമ്മൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിരിക്കും, ഫ്രണ്ട്സും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആവും. അപ്പോൾ ചിലപ്പം എല്ലാവർക്കും കാണുന്ന ഒരു കാര്യമാണത്, ചിലപ്പം നമ്മളൊന്ന് ഒഴിപ്പി പോകാനുള്ള ചാൻസ് ഉണ്ട്, മാർക്സ് കുറയാനുള്ള ചാൻസും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് പിടിക്കണമെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ +1ന്റെ മാർക്ക് +2ലൂടെ കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. ഈ ഒരു വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാനുള്ള അവസരങ്ങൾ വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം +2 എത്തുമ്പോഴേക്കും നിങ്ങൾ ഇതുകൂടെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ രണ്ടും കൂടെ വന്നിട്ട് ക്ലാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ +1 +2 നിങ്ങൾക്ക് അവിടെ മിസ് ഔട്ട് ആവും. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ്, ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ അയക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷനും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്, കീപ് ഗോയിങ്.